സംഘപരിവാർ ഒരിക്കലും കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങില്ല എന്ന് പറഞ്ഞിരുന്ന, ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒരു തരത്തിലും മേശില്ല എന്ന് അഹങ്കരിച്ചിരുന്ന കേരളത്തിൽ BJPയുടെ സ്വന്തം സുരേഷ് ഗോപിയെ ജനങ്ങൾ വിജയിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലും BJPക്ക് ഒരു എൻട്രി കിട്ടി. സുരേഷ് ഗോപി എന്ന നടനെയല്ല, മറിച്ച് സുരേഷ് ഗോപി എന്ന BJPക്കാരനെയാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? നമുക്ക് ചോദിക്കാം ജനങ്ങളോട് തന്നെ. എന്തായാലും ഭരണം മാറി വരണമല്ലോ. അത്രയും നാളും UDF LDF ആണല്ലോ കൂടുതലൂടെ ഭരിച്ചേക്കണേ, അല്ലേ പാർലമെന്റിലേക്ക് പോയേക്കണേ. അപ്പം ഉറപ്പായിട്ടും BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കുന്നത് നല്ല കാര്യമാണ് അവരെ സംബന്ധിച്ചോളം. സുരേഷ് ഗോപി ജയിച്ചത് BJPക്ക് നേട്ടം, അതല്ലാതെ നമുക്കതിൽ രാഷ്ട്രീയമായിട്ട് എന്താ അഭിപ്രായം പറയാൻ? ശരിക്കും കോൺഗ്രസ്സുകാരുടെ വോട്ട് തന്നെയാണ് അത് മറിഞ്ഞ് BJPക്ക് വീണത്. ശരിക്കും അവിടെ മുരളീധരനെ കോൺഗ്രസ്സുകാർ തന്നെയാണ് കാല് വാരിയതും BJPനെ ജയിക്കാനും കാരണം. അതാണ് എൻ്റെ കാര്യം, ചുരുക്കമൊന്നുമില്ല. നല്ലൊരു കാര്യം, നല്ല കാര്യമായിട്ട് കുഴപ്പമില്ല. നമുക്ക് സുരേഷ് ഗോപിനെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് വളരെ മോശം. വളരെ മോശം. എനിക്ക് താല്പര്യമില്ല. സുരേഷ് ഗോപി ഒരു നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ പാർട്ടിപരമായി എനിക്ക് താല്പര്യമില്ല. അത് ഒരു BJPയുടെ ഒരു മുഴുവൻ ക്രെഡിറ്റ് അല്ല ശരിക്കും. അതവിടെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും BJPയുടെ കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകളും സുരേഷ് ഗോപിക്ക് കിട്ടി. അതുകൊണ്ട് മാത്രം ജയിച്ചു. നമുക്ക് ആ ശതമാനം എടുത്ത് നോക്കിയാൽ അറിയാലോ. പുള്ളിക്ക് കഴിവുകൊണ്ട് പുള്ളി ജയിച്ചു. നമുക്കിപ്പം അല്ലാതെ BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പാർട്ടി എന്നുള്ള പരിപാടി നമുക്കില്ല. പുള്ളിനെ നോക്കി പുള്ളിയുടെ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, ഒരു നല്ലൊരു മൈൻഡ് പുള്ളിക്ക് ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്തത്. വ്യക്തിക്ക് അവിടെ വോട്ട് കൊടുത്തത് അല്ല, BJPക്കായിട്ടല്ല അവിടെ വോട്ട് പുള്ളി ജയിച്ചത്. വോട്ട് ആൾക്കാർ കുത്തിയത് കാരണം പുള്ളീനെ ജയിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള ആൾക്കാർ പുള്ളിക്ക് വോട്ട് കുത്തിയതാണ്. അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യണം. ഇപ്പോൾ BJP ആണ് കേന്ദ്രം ഭരിക്കണമെങ്കിൽ ഇവിടെ നമുക്കൊരു BJPയുടെ ഇത് കിട്ടണേ. പിന്നെ അതിലേറെ പുള്ളി ഒരു വ്യക്തിപരമായിട്ടൊരു നല്ല മനുഷ്യൻ തന്നെയായിട്ട് തോന്നിയിരുന്നു. നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നണം. അങ്ങനെ വ്യക്തിപ്രഭാവം മാത്രമല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപ്രഭാവമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോഴും പുള്ളിക്ക് വ്യക്തിപ്രഭാവത്തിൽ ജയിക്കാമായിരുന്നു. അതിലുപരി പുള്ളിയുടെ പുള്ളി നല്ലവണ്ണം വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇറങ്ങിച്ചെന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ലാഭേച്ഛയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം. സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു. അങ്ങനെ വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അല്ല, അവരുടെ നയം മാറ്റി കേരളത്തിൻ്റെ അനുസരിച്ച് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അയ്യങ്കാളി ശ്രീനാരായണ ഗുരുദേവൻ ഉഴുതുമറിച്ച മണ്ണാണ് ഇതിനകത്ത്. ഇത് BJP എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഴയ ജനസംഘം എന്താണെന്ന് കേരളത്തിലുള്ളവർക്കറിയാം. ഇപ്പം ജനാധിപത്യ രാജ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം BJP ഇവർ പറഞ്ഞതെന്താ, ഇവിടെ മുസ്ലിങ്ങൾ വേണ്ട, ക്രിസ്ത്യാനി വേണ്ട, കമ്മ്യൂണിസ്റ്റുകാർ വേണ്ട, പിന്നെ ആരാ ഇവിടെ വേണ്ടത്? അതവർ തീരുമാനിക്കണം. മഹാത്മാഗാന്ധിയെ ഇവിടെ എങ്ങനെ അറിയുന്നത്? സിനിമ കണ്ടിട്ടാണ്. അത്രയും കൊശവനാണോ ഇവിടുത്തെ പ്രധാനമന്ത്രി? അത്രയും വിവരമില്ലാത്തവരാണോ? ഒന്ന് പറയുക. ഒരു പൊതുജനങ്ങളുടെ മുമ്പിൽ പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? അത് നല്ല രൂപത്തിൽ ഇവർ കൊണ്ടുപോയാൽ വരും. സത്യം പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം BJPയുടെ കേരളത്തിലെ നേതാക്കന്മാർക്ക് അതിനും മാത്രമുള്ള ഒരു ക്വാളിറ്റി, എങ്ങനെ പറയണം, അതിനുള്ളൊരു ക്വാളിറ്റിയുള്ള നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ജനങ്ങൾക്ക് ഈ BJPയുടെ ഇവിടെ കേരളത്തിലെ നേതാക്കന്മാരെ വലിയ വിശ്വാസമില്ല. ഇനി കിട്ടാൻ വഴിയില്ല. അത് ആ തൃശ്ശൂർ പൂരം മറ്റുള്ള സംഭവമൊക്കെ വന്നുകൊണ്ടുള്ള പുള്ളിയുടെ ആ ഒരു ഇതിലുള്ള ഇത് വെച്ച് കിട്ടിയതാണ്. മറ്റുള്ളതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കേരളത്തിൽ ഇപ്പോൾ അവർക്ക് തിരുവനന്തപുരമൊക്കെ അവർ ഇരുന്നാണ്. തിരുവനന്തപുരം കിട്ടിയത് തൃശ്ശൂരത്തല്ലേ കിട്ടിയുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കിട്ടാൻ ചാൻസ് ഉണ്ടാവും, അറിയില്ല കാര്യമായിട്ട് അറിയില്ല. പൊതുവായിട്ടുള്ളൊരു മാധ്യമ അജണ്ടയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ശരിക്കും. കാരണം ഒരു നെഗറ്റീവായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട്, പിന്നെ മതപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂസ്. അത് ഈ പറഞ്ഞ വളരെ സഹായങ്ങൾ ജനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളും എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന ആളാണ്. ആ രീതിയിലായിരിക്കണം. രാഷ്ട്രീയപരമായിട്ട് വേറെ ഒരാൾക്ക് ജയിക്കാൻ സാധിക്കില്ല. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലേ ബ്രോ, നമുക്ക് അതിൽ വിഷയമുള്ള കേസേ അല്ല. എല്ലാ പ്രാവശ്യവും ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്കും വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്കും പൊക്കോണ്ടിരുന്നാൽ പറ്റത്തില്ല. ഈ മന്തൊന്ന് മാറണ്ടായോ? അതാണ്. ഒരു രാത്രിയാണെങ്കിലും പകലാണെങ്കിലും
ഒരാൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മേലെയുള്ള പാർട്ടിക്കാർ താഴെ പോകും. BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഇപ്പം എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ്, ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് ചിലപ്പോൾ രാത്രി സുഖമില്ലാണ്ട് വന്നാൽ എനിക്ക് അപ്പം പോലും ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരാണോ ഓടിയെത്തുന്നത് നമ്മളെ സഹായിക്കാനായിട്ട്, ആ വ്യക്തിക്കേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ. അവിടെ ഞാൻ പാർട്ടിയുടെ വലിപ്പം നോക്കാറില്ല.